ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒരു അനൗൺസ്മെൻറ്റ് തരാനായിട്ടാണ്. അപ്പോൾ എന്താണ് അനൗൺസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹാക്കിംഗ് വീഡിയോസിൽ താല്പര്യമുണ്ടോ, അഥവാ ഹാക്കിംഗ് വീഡിയോസ് വേണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഞാൻ റീസെൻ്റായിട്ട് ഇപ്പോൾ ഹാക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാറില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. സംഭവം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കാർഡിങ്ങിനെ കുറിച്ച് വേറൊരു ബേസിക് വീഡിയോ ഇട്ടായിരുന്നു. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പ്രാക്ടിക്കലൊന്നുമില്ല, വേറെ ഒരു ബേസിക് വീഡിയോ ഇട്ടായിരുന്നു. അതിനെ തന്നെ ഏതൊരു യൂസർ പോയി ഫ്ലാഗ് ചെയ്തതിന് ശേഷം യൂട്യൂബിൻ്റെ കണ്ണിൽ പെടുകയും യൂട്യൂബ് ആ വീഡിയോനെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണെങ്കിൽ കൂടി എനിക്ക് പിന്നെയും കുഴപ്പമില്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാകും. കാരണം വീഡിയോസ് നമുക്ക് പിന്നെയും ക്രിയേറ്റ് ചെയ്യാമല്ലോ. അതിൻ്റെ കൂടെ തന്നെ അവർ എനിക്ക് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും കൂടി അവർ തന്നിട്ടുണ്ട്. അത് ഫെബ്രുവരി 4-ാം തീയതി വരെ ഉണ്ടാവും. അപ്പോൾ അതുവരെ എനിക്ക് ഹാക്കിംഗ് വീഡിയോസ് ഇടാൻ പറ്റില്ല. കാരണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 2-3 ഈ സ്ട്രൈക്ക് കൂടിക്കഴിഞ്ഞാൽ 2-3 കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും കൂടി ആരെങ്കിലും ഫ്ലാഗ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇടാൻ പോണ വീഡിയോസിന് പിന്നെ ചാനൽ ചിലപ്പോൾ എൻ്റെ ചാനലിൽ ചിലപ്പോൾ അവർ ഡിലീറ്റ് ചെയ്ത് കളയും യൂട്യൂബുകാർ. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നിട്ട് മോണിറ്റൈസേഷൻ ഇല്ലെങ്കിൽ ഇല്ല, അത് ഓൾറെഡി ഡിസേബിൾഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കിനി ഞാൻ ഇടാൻ പോകുന്നുണ്ട്. ഞാൻ ഈ ഫെബ്രുവരി 4-ാം തീയതിയോ അല്ലെങ്കിൽ മുന്നേ ആയിട്ട് ചിലപ്പോൾ ഞാൻ ഇടും. എന്നാലും ഇങ്ങനത്തെ പാസ്വേഡ് അറ്റാക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസ്വേഡ് അറ്റാക്സ്, ജിമെയിൽ ഹാക്കിംഗ്, FB ഹാക്കിംഗ്, ഇതിൻ്റെയൊക്കെ ഒരു ഓവർവ്യൂ, ബേസിക് ഓവർവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോന് വേണ്ടി ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ ഞാൻ പിന്നെ യൂട്യൂബ് ഇടയിൽ ഞാൻ കുറേ വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം പറയുമ്പോൾ ഒരു സപ്പോർട്ടും കിട്ടാറില്ല. കാരണം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 40, 30, 50 വ്യൂസാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇട്ടാലും അത് കാണാൻ ആൾക്കാരില്ല, അതാണ് ഒരു സങ്കടം. ഞങ്ങൾ പേടിക്കേണ്ട, ഫേസ് റിവീൽഡായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടില്ലെങ്കിലും ഞാൻ അനിമേഷൻസോ അല്ല ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ വെച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ചെയ്യാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കാം. പിന്നെ ബിഗിനർ ആയതുകൊണ്ട് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റും. ഇപ്പോൾ വോയിസിലായാലും ഇടയിലിടയിൽ സംസാരത്തിലായാലും കുറേ മിസ്റ്റേക്സ് പറ്റും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിലാണോ വീഡിയോ വേണ്ടത്, അതിപ്പോൾ ഹാക്കിങ്ങിൻ്റെ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് നിങ്ങളെങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ആദ്യം പോയി ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. എന്താ തെറ്റെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ ഓരോന്നായി ഓരോ തെറ്റ് ഞാൻ മാറ്റാൻ ശ്രമിക്കും. അല്ലാണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ടൊന്ന് ഡിസപ്പോയിൻ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇത് പറയാനായിട്ടാണ് വന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇന്ന് വീഡിയോ ഒന്നുമില്ല. ഞാൻ നാളെ എന്തായാലും ഒരു വീഡിയോ ചിലപ്പോൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയും ആദ്യം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.